ഓട്ടോ ഡിലക്സിൽ നമ്മൾ ഇന്നൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ഐട്ടനൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ സെലോറിയോ പരിചയപ്പെടുത്തുകയാണ്. 2016 മോഡൽ 17 വന്നിട്ടുള്ള ZXi ഫുൾ ഓപ്ഷനിൽ വരുന്ന സെലോറിയോ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വരുന്നത് കേട്ടോ. വാഹന വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വാഹനങ്ങളെ കുറിച്ച് വാങ്ങാനോ വിൽപ്പനക്കോ ഒക്കെ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ ആരെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും തീർച്ചയായും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണം. അതൊക്കെ നമുക്ക് ഉപകാരപ്പെടും. എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനൊരു അവസരം കൂടിയാണ്. അപ്പോൾ വാഹന വിശേഷങ്ങൾ പറയാം. ഇത് 2016 മോഡലിൽ 17 ഇറങ്ങിയിട്ടുള്ള 92,000 കിലോമീറ്റർ ഓടിക്കാണുന്ന ഒരു വണ്ടിയാണ്. ZXi ആണ് ഓപ്ഷന്. ഓട്ടോമാറ്റിക് ആണ്. AMT ഗിയർ ബോക്സ് ആണ് വരിക. മാരുതിൻ്റെ വണ്ടികൾ ആളുകൾ അന്വേഷിക്കാൻ വെച്ചാൽ മെയിൻ്റനൻസ് കുറവാക്കാൻ, ചിലവ് കുറവുള്ള വണ്ടികളാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലൊക്കെ ചെറിയ പൈസ ആവുള്ളൂ. ഒരു ഫാമിലി ബഡ്ജറ്റ് യൂസ്ഡ് കാറുകളാണ് മാരുതിയുടെ വണ്ടികളൊക്കെ വരിക. ടയർ നോക്കുകയാണെങ്കിൽ 60% അവിടെയുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മേജർ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും കയറ്റാത്ത വണ്ടിയാണ്. കമ്പനി പെയിൻറ്റുള്ള വണ്ടിയാണ്. ബമ്പർ കാര്യങ്ങളൊക്കെ ചെറിയ ടച്ച് ചെയ്തതെന്നല്ലാതെ വേറെ ഒന്നുമില്ല. പെട്രോളിൽ കുഴപ്പമില്ലാത്തൊരു മൈലേജ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഓരോ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അങ്ങനെ വലിയ കംപ്ലൈൻറ്റ് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും നടക്കാത്തൊരു വണ്ടിയാണ്. പിന്നെ കേൽപ്പത്ത് രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ടൈൽ ലാമ്പൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ബൂട്ട് സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. പാർസൽ ട്രക്ക് കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടാനുള്ള സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ വേറെ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ZXi ഓപ്ഷനിലായതുകൊണ്ട്, ഈ ഓട്ടോമാറ്റിക് ZXi ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ വൈപ്പർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ ചെറിയ ഓപ്ഷൻസ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറാണ് വാഹനത്തിന് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ലെഗ് റൂം വരുന്നുണ്ട്. പാർസൽ ട്രേ വരുന്നുണ്ട്. അത് നമുക്ക് ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെയാണ് ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാട്ടോ. പിന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പവർ വിൻഡോൻ്റെ ബട്ടന്, പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്, സൈഡ് മിറർ യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ സീറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളത്. എയർ ബാഗ് 2 വരുന്നുണ്ട്. എയർ ബാഗ് 1 വരുന്നുണ്ട്. പിന്നെ AMT ഗിയർ ബോക്സിലാണ് വാഹനം വന്നിട്ടുള്ളത്. പെട്രോളാണ്. 92,000 ആണ് ഓടിക്കാണുന്നത്. വേറെ മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. മാത്രമല്ല നമുക്കിത് വാറണ്ടിയിൽ കൊടുക്കാൻ പറ്റുന്നത് ടോട്ടൽ ലോസ് ഒക്കെ വാറണ്ടിയിലാണ് നമ്മൾ കൊടുക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ നാട്ടിലുള്ള മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ മാരുതിയുടെ ഏത് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ടോട്ടൽ ലോസ് ഫ്രീ നമ്മൾ ഗ്യാരണ്ടിയാണ്. വണ്ടീൻ്റെ ഉള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ 3 കിലോമീറ്റർ വന്നാൽ മേൽമുറി ആലത്തൂർപ്പടിയാണ് സ്ഥലത്താണ് ഓട്ടോ ഡിലക്സ് എന്ന സ്ഥാപനം വരുന്നത്. അവിടെയാണ് വണ്ടി ഉള്ളത്. ഇത് മാത്രമല്ല, ഇത് കൂടാതെ നമ്മളെടുത്ത് 2011 i10 ഓട്ടോമാറ്റിക് 2 ഉണ്ട്. ഒന്ന് 80,000 ഓടിയ വണ്ടിയുണ്ട്. അതേപോലെ തന്നെ 35,000 ഓടിയ വണ്ടിയുണ്ട് i10 ഓട്ടോമാറ്റിക്. സൺറൂഫൊക്കെ വരുന്ന വണ്ടികളാണ്. ഇങ്ങനെ ഓട്ടോമാറ്റിക് വണ്ടി നമ്മളെടുത്തിട്ടുണ്ട്. അതേപോലെ 2017 സിയാസ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കൽ. അതേപോലെ കിയ സെൽറ്റോസ് വരുന്നുണ്ട്. അപ്പോൾ ഏത് റേഞ്ചിൽ വരുന്ന വാഹനങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ ഈ കാണുന്ന 2 നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടിട്ട് ഒരുപാട് വാഹനങ്ങളുണ്ട്. സെലോറിയോ നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. തുടർന്നും ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് കാണുക. ഒരുപാട് വിശേഷങ്ങൾ അറിയാൻ പറ്റും. ഈ ഒരു വാഹനത്തിൻ്റെ വില പറഞ്ഞില്ല, 4,25,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. കമ്മിയൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ എവിടെയും നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2016-17 ZXi വരുന്ന വണ്ടിയാണ്. ഇത്രയും സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ കാണാൻ വേണ്ടി സമയം ചെലവഴിച്ച എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.